മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെ ഭർത്താവ് വിവാഹമോചനം ചെയ്താൽ ആ ഭർത്താവ് അവൾക്കൊന്നും കൊടുക്കേണ്ടതില്ല എന്നൊരു നിയമമായിരുന്നു അതുവരെ ഉണ്ടായിരുന്നത്. ചെമ്പരത്തി പൂവിൻ നടുവിലൊരു ഞാല് കെട്ടി അതിമല് ഇമ്പമോടെ കുത്തിരുന്നാടിന പുള്ളി പാപ്പാത്തി ഒരു കുറി ചെമ്പകത്തോട്ടത്തിൽ നിന്നൊരു മാരൻ വന്നെത്തി. ചെമ്പരത്തി പൂവിൻ നടുവിൽ ഊഞ്ഞാല് കെട്ടി അതിമല് ഇമ്പമോടെ കുത്തിരുന്നാടിന പുള്ളി പാപ്പ ഒരു കുറി ചെമ്പകത്തോട്ടത്തിൽ നിന്നൊരു മാരൻ വന്നെത്തി. 1985 ആ വിധിന്യായം ഇന്ത്യൻ സ്ത്രീത്വത്തിന് മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം നൽകണമെന്ന് അന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. നിയമം ഉള്ളതനുസരിച്ച് വിധി പറയാനാണല്ലോ കോടതികൾക്കുള്ള അധികാരം. നിയമം ഉണ്ടാക്കാൻ കോടതിക്ക് അധികാരമുണ്ടോ? ചില ഘട്ടത്തിലുണ്ട്. ആ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ ഉള്ളൂ. ഇൻഹറൻറ്റ് പവർ എന്നാണ് ഇതിന് പറയുക. ഒരു കുടുങ്ങിയ സംഭവത്തിൽ വസ്തുതകൾ ഇങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്, വസ്തുതകൾക്കാണ് പ്രാധാന്യമുള്ളത്, അതാണ് സത്യം എന്ന് കോടതിക്ക് തോന്നിയാൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആ സത്യത്തിൽ നിന്നുകൊണ്ട് നിലവിലുള്ള നിയമം മാറ്റി വിധി എഴുതാൻ അധികാരമുണ്ട്. ആ വിധിക്കാണ് ജഡ്ജ്മെയ്ഡ് ലോ എന്ന് പറയുക. വിധിപ്രകാരം ജഡ്ജി ഉണ്ടാക്കിയ നിയമം. ഇതിൽ ഖുർആൻ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജിമാർ, ഫുൾ ബെഞ്ചാണ്, ഭരണഘടനാ ബെഞ്ച്, അവർ ഖുർആൻ സ്വീകരിച്ചു. നിലവിലുള്ള നിയമം ദുർബലപ്പെടുത്തിക്കൊണ്ട് ഷാ ബാനു ബീഗത്തിന് ചെലവിന് കൊടുക്കാൻ വിധി പറഞ്ഞു. എന്നാൽ ഈ വിധിന്യായത്തെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേന്ദ്ര സർക്കാർ ഒരു നിയമനിർമ്മാണത്തിലൂടെ അട്ടിമറിച്ചു. വിവാഹമോചനത്തിന് ശേഷമുള്ള ഇദ്ദത്ത് കാലത്ത്, അതായത് പുനർവിവാഹത്തിന് മുൻപ് ഒരു സ്ത്രീ കാത്തിരിക്കേണ്ടതെന്ന് മുസ്ലിം വ്യക്തി നിയമം അനുശാസിക്കുന്ന 3 മാസക്കാലം ജീവനാംശം നൽകിയാൽ മതിയെന്നും അതിന്റെ തന്നെ ഉത്തരവാദിത്വം ഭർത്താവിനല്ല സ്ത്രീയുടെ ബന്ധുക്കൾക്കും വഖഫ് ബോർഡിനുമാണെന്നും ഈ പുതിയ നിയമം വ്യവസ്ഥ ചെയ്തു. മുത്തക്കീങ്ങളായ ആളുകൾക്ക് മാത്രമാണ് ഈ വിധിയെല്ലാം പറയാൻ പറ്റൂ. ഖുർആനെ വ്യാഖ്യാനിച്ചത് കൊണ്ട് സുപ്രീം കോടതി ഖുർആനെ വ്യാഖ്യാനിച്ച് സത്യസന്ധമായി ഖുർആനിൽ എന്ത് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിനെ വ്യാഖ്യാനിക്കാൻ എന്ത് അധികാരം? അങ്ങനെ ആ ആയത്ത് പറയുന്നുണ്ടെങ്കിൽ തന്നെ ആ ആയത്തിൽ വളരെ ദൈവത്തോട് അടുത്ത ആളുകൾക്ക് മാത്രമാണ് അത് വിധി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ലോകത്ത് ആർക്കും ഒരു നല്ല ആളുകൾ ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള കഴിവും അതിനുള്ള അധികാരവും ഇല്ല. മുല്ലവള്ളികൾ പന്തൽ കെട്ടി നല്ലിന് നല്ല കിനാദികൾ തൂക്കി മല്ലികപ്പൂ അക്കറി കക്കി അല്ലിമുല്ലൊരു മെക്കയൊരുക്കി തിന്തിമിത്തോന്തബ് മണിച്ചൊരു പൂവാലൻ പട്ടി മാരന് തിനതാനിന പാടി പന്തലിലെത്തിച്ചി. മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ TK ഹംസ ഈ അനീതിയെ എതിർത്തുകൊണ്ടാണ് കേരള നിയമസഭയിൽ ഒരു കന്നി MLA എന്ന നിലയിൽ തിളങ്ങിയത്. നമ്മുടെ യാഥാസ്ഥികന്മാർ ഭൂരിപക്ഷവും നിലവിലുള്ള നിയമം എന്ത് നിയമമാണെങ്കിലും അത് തന്നെ പാലിക്കണം എന്നുള്ള ഭാഗത്തു നിന്നു. അവിടെയാണ് UDF നിന്ന്. UDFിലെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗും അവിടെയാണ് നിന്ന്. ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ഒരു പ്രസംഗം ചെയ്തു DYFI സമ്മേളനത്തിൽ. ആ സമ്മേളനത്തിൽ രണ്ടാമത് പ്രസംഗിച്ച ആൾ സഖാവ് EMS ആണ്. അദ്ദേഹം ഈ വാദം
ഇർഫാൻ ഹബീബ് പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപിടിച്ച് EMS പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കേരളത്തിലെ ഒരു വിഷയമായി മാറി. ആ വിഷയമാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത്. 1978 അന്ന് 62 വയസ്സുണ്ടായിരുന്ന ഷാബാനു ബീഗം തന്നെ മൊഴി ചൊല്ലിയ ഭർത്താവിൽ നിന്ന് ജീവനാംശത്തിനായി കേസ് കൊടുത്തത്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ പ്രമുഖനായ വക്കീലായിരുന്നു ഷാബാനു ബീഗത്തിന്റെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ. 1932 വിവാഹിതരായി 46 വർഷം ഒരുമിച്ച് ജീവിച്ച ഈ ദമ്പതിമാർക്ക് 3 ആണും 2 പെണ്ണുമായി 5 മക്കളും ഉണ്ടായിരുന്നു. ഭാര്യയ്ക്ക് മറ്റു ജീവിതോപാധിയില്ലെങ്കിൽ വിവാഹമോചനത്തിന് ശേഷം ഭർത്താവ് ചിലവിന് കൊടുക്കണമെന്ന ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ 123-ാം സെക്ഷനെ മുസ്ലിം വ്യക്തി നിയമം കൊണ്ട് മറികടക്കാനായിരുന്നു ഈ കേസിൽ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ശ്രമിച്ചത്. ഷാബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായങ്ങൾ ശരീഅത്തിനെ തൊട്ട് കളിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് ബഹളം ഉണ്ടാക്കിയത്. വളരെ ശക്തമായ എതിർപ്പ് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നും മതയാഥാസ്ഥിതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും അക്കാലത്താണ് ഞാൻ ഈ AK സിവിൽ കോഡിനെ കുറിച്ച് വരെ കേൾക്കുന്നത്. പിന്നീട് എന്താ ചോദിച്ചതെന്ന് പറഞ്ഞാൽ, എന്തിനാണ് ഈ സുപ്രീം കോടതി ഖുർആൻ വ്യാഖ്യാനം ചെയ്യാൻ എന്താണ് അധികാരം എന്നൊക്കെയാണ് അന്ന് ഉന്നയിച്ച ചെറിയ ബാലിശമായ കുറേ കാര്യങ്ങൾ. ഹൈക്കോടതിയിൽ നിന്ന് കേസ് സുപ്രീം കോടതിയിലെത്തിയപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് YV ചന്ദ്രചൂഡ് ഹൈക്കോടതി വിധിച്ച ജീവനാംശ തുക വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ 1986 മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓൺ ഡിവോഴ്സ് ആക്ടിലൂടെ കേന്ദ്ര സർക്കാർ ഈ വിധിന്യായത്തെ മറികടന്നു. 3 മാസത്തെ യുദ്ധകാലത്തേക്കുള്ള മാത്രം ചെലവിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വാദം. പക്ഷേ അത് കൂടുതൽ കിട്ടുന്നത് ആർക്ക് എന്നാരും ചിന്തിക്കുന്നില്ല. സമ്പന്ന വിഭാഗങ്ങൾ വിവാഹമോചനം നടത്തി കോടതിയിലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു തുക ലഭിക്കുമായിരിക്കും. അവർ വലിയ വലിയ വക്കീലുകളെയും വെക്കുകയും അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായ രീതിയിൽ കുറച്ച് നല്ല പൈസ കിട്ടുമായിരിക്കും. അതും ഈ 3 മാസത്തേക്ക് മാത്രം. മറിച്ച് സാധാരണക്കാരായ ആളുകളോ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അവരെ നിർധനരായ കുട്ടികൾ ഇവർക്ക് ചെലവിനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നത്. പൂച്ചെടുപ്പൂ തേനു വിളമ്പി കുമരങ്ങളിൽ അഴകു തുളുമ്പി ആടി വന്നൊരു പാലത്തുമ്പി താലികെട്ടൽ കാണാൻ വെമ്പി പക്കിമാരനെ വിരുന്ന് വിളിക്കും പക്ഷി അപ്പള് കണ്ടു നീരും വീട്ടിയിരുന്ന പുള്ളി പാപ്പാത്തി. സുപ്രീം കോടതി വിധിക്കെതിരായ നിയമനിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് ഇന്നത്തെ കേരള ഗവർണറും അന്നത്തെ രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ മന്ത്രിയുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. ആ വിഷയമാണ് നിയമസഭയിൽ കൊണ്ടുവരുന്നത്, അതും ബഡ്ജറ്റ് സമ്മേളനത്തിൽ. അപ്പോഴും എൻ്റെ സ്വതന്ത്ര നിലപാട് തുടരുകയാണ്. ഞാനങ്ങനെ ഇരിക്കുകയാണ്. 2 ഭാഗത്തുനിന്നും രാവിലെ മുതൽക്ക് ഈ വിഷയം അങ്ങനെ തൊട്ട് പ്രസംഗിക്കുക. വാസ്തവത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഈ വിഷയം പറയേണ്ട കാര്യമില്ല. പറഞ്ഞ് അവസാനത്തെ പ്രസംഗം മുസ്ലിം ലീഗിൽ നിന്ന് അവരുടെ ജനറൽ സെക്രട്ടറിയായ MLA കൊരമ്പ അഹമ്മദ് ഹാജി സംസാരിച്ചു. MP രാഘവൻ MLA പറഞ്ഞ പ്രസംഗത്തിന് മറുപടി ആയിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ. രണ്ടും യഥാർത്ഥ വസ്തുതകളിൽ തപ്പിത്തൊടുന്നില്ല. അതിനുള്ള കാരണം വേറെയാണ്. ഒന്നുകിൽ ശരീഅത്ത് നിയമമൊക്കെ പറയുമ്പോൾ മുസ്ലിം മത നിയമങ്ങൾ അറിയണം, മതം അറിയണം, 2 നിയമവും അറിയണം. ഇത് രണ്ടിലും ബന്ധമില്ലാത്തവർ പറഞ്ഞാൽ എവിടെയും എത്തൂലല്ലോ. TK ഹംസ എല്ലാം കേട്ടു, എങ്കിലും ഒന്നും മിണ്ടാതെയിരുന്നു. ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നുവെങ്കിലും സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ചയാളാണ്. വലിയ നേതാക്കൾക്കിടയിൽ ഒരു പുതുമുഖ MLA. അപ്പോൾ ഇതങ്ങനെ ഒരു തൊപ്പിത്തടഞ്ഞ ചർച്ചയായിട്ടാണ് സഭയിൽ പോകുന്നത്. നമ്മുടെ സ്പീക്കർ VM സുധീരനായിരുന്നു. അപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് CPM-ന് 3 പ്രസംഗം കിട്ടും. 1ഉം 2ഉം പ്രസംഗം കഴിഞ്ഞ് 3ാമത്തെ പ്രസംഗം 1.5 മണിക്കാണ്. അത് കഴിഞ്ഞ് മന്ത്രി മറുപടി പറഞ്ഞാൽ അന്നത്തെ വിഷയം തീർന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ആരോ ഒരാൾ സഖാവ് പ്രതിപക്ഷ നേതാവ് നായനാർക്ക് പറഞ്ഞു കൊടുത്തു, ഈ വിഷയം അറിയുന്ന ഒരാൾ നിങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്, അയാൾ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് ഞങ്ങൾക്കറിയില്ല എന്ന്. ആരാ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല.
പെട്ടെന്ന് നായനാർ എണീറ്റ് പുറത്തേക്ക് പോയി. MP രാഘവനെയും കൊണ്ടുപോയി. എന്നിട്ട് അവിടുന്ന് ഒരു പ്യൂണ് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നായനാർ വിളിക്കണമെന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി. എന്നോട് ആദ്യത്തെ ചോദ്യം, നായനാർ വളരെ തലയെടുപ്പുള്ള നേതാവും ആജ്ഞാശക്തിയുള്ള ആളുമാണ്. അദ്ദേഹം ചോദിച്ചു, ഹംസ, നിങ്ങൾ അസംബ്ലിയിലെ പ്രസംഗമൊന്നും കേട്ടില്ലേ? കേട്ടു. ആ MP രാഘവൻ പ്രസംഗിച്ചു, കൊരമ്പ മറുപടി പറഞ്ഞു, അവൻ കേട്ടില്ല. അതൊക്കെ ശരിയാണോ ചോദിച്ചു. രണ്ട് ഭാഗത്തും തെറ്റുണ്ട്, കൊരമ്പ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. എന്നാൽ എന്താ നിങ്ങൾ പ്രസംഗിക്കാത്ത ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യ സമരകാലം മുതൽ മുസ്ലിം സമുദായത്തിൻ്റെ പാർട്ടിയാണ് ലീഗ് എന്നാണ് പറയുക. ഭൂരിപക്ഷ പാർട്ടി അവരാണ്. ന്യൂനപക്ഷ മുസ്ലിമീങ്ങളാണ് കോൺഗ്രസ്സിലും അതിൻ്റെ ബാക്കി കമ്മ്യൂണിസ്റ്റിലും ഒക്കെ നിന്നത്. അപ്പോൾ ഈ ഭൂരിപക്ഷത്തിൻ്റെ മർദ്ദനം, ആക്രമണം എപ്പോഴും സഹിച്ചവരാണ് ഞങ്ങൾ. അനാവശ്യമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി പേടിച്ചിട്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പം നായനാർക്കും ചൂടായി. അയാൾ പറഞ്ഞു, നീ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ കൂടെയെന്ന് മനസ്സിലാക്കണം. എന്തിനാ പേടിക്കണേ? അന്നെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ നോക്കും, ഒരു വിഷമം വിചാരിക്കണ്ട, കയറി അടിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു പന്നിൻ്റെ മുടുക്ക്, വലിയ ഉഷാറായി. ഞാൻ നേരെ ലൈബ്രറിക്കാണ് കടന്നിട്ട് ഖുർആൻ വാങ്ങി. പരിഭാഷ ഉള്ള ഖുർആനുണ്ട് മലയാളത്തിൽ. ഷാബാനു ബീഗം കേസ് റിപ്പോർട്ട് ചെയ്ത് ആ റിപ്പോർട്ട് മേടിച്ചു. മുഹമ്മദൻ ലോ ഇതൊക്കെ അവിടുന്ന് എല്ലാ ബുക്കും ലൈബ്രറി കിട്ടും. എല്ലാം വാങ്ങിയിട്ട് ഞാൻ അട്ടിക്ക് ഇങ്ങനെ വെച്ചിട്ട് സഭയിൽ അങ്ങനെ ഇരുന്നു. എനിക്കിപ്പോൾ പെട്ടെന്ന് നോക്കുകയൊന്നും വേണ്ട, ആ വരി ഒക്കെ ഓർമ്മയുണ്ടല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചുരുക്കി പറയാം. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്ക് സ്പീക്കർ വേറൊരാൾ പ്രസംഗിക്കാൻ എഴുതി കൊടുത്തിരുന്നു പാർട്ടി, അയാളെ മാറ്റി എൻ്റെ പേര് എഴുതി കൊടുത്തു. എൻ്റെ പേരാണ് വിളിച്ചു. അപ്പോൾ തന്നെ സ്പീക്കർ എൻ്റെ പേര് മാറ്റി കൊടുത്തപ്പോൾ തന്നെ മറ്റവർക്ക് വിവരം കൊടുത്തിരിക്കണേ, ഹംസ അതിന് മറുപടി പറയാൻ വരികയാണെന്ന്. അപ്പോൾ അവരും തന്നെ ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അവർ ശക്തി ഉപയോഗിക്കാനാണ്. ഏതായാലും ഞാൻ പ്രസംഗം തോന്നി. ഞാൻ പറഞ്ഞു, സാർ, ശരിയത്തെ നിയമം എന്ന് പറഞ്ഞാൽ വിവാഹമോചനം, അനന്തരാവകാശം, മരണാനന്തര സ്വത്ത് വീതിക്കൽ, ഇങ്ങനെയുള്ള നിയമ നടപടികൾ, അതിനെപ്പറ്റി ഇവിടെ തർക്കമുണ്ടോ? ഇവിടെ ആകെ വന്ന തർക്കം സുപ്രീം കോടതി വിധി ശരിയാണോ ശരിയല്ലേ. എന്താ സുപ്രീം കോടതി വിധി? ഒരാൾ വിവാഹമോചനം ചെയ്താൽ ആ പെണ്ണിന് ചെലവ് ഇവൻ കൊടുക്കണം, അനാഥമാക്കാൻ പാടില്ല. ഇതാണ് ഇവിടെ തർക്കം. ആ തർക്കത്തിൽ സാർ ഇസ്ലാമിൻ്റെ മൗലിക തത്വമായ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നു എന്നാണ് സുപ്രീം കോടതി നോക്കിയത്. അത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞ ഖുർആൻ ഞാൻ നേരെ കയ്യിലാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കടലാസ് വെച്ചിട്ടുണ്ട്, അവിടെ മറിച്ചിട്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ നോക്കണം. 2-ാമത്തെ അധ്യായത്തിൽ 241-ാമത്തെ വാചകം, വലിൽ മുത്തല്ലഖാത്തി മതാവിൻ ബിൽ മഅറൂഫി ഹക്കൻ അലൽ മുത്തഖീൻ. വലിൽ മുത്തല്ലഖാത്തി, തലാക്ക് ചെല്ലപ്പെട്ടവൾക്ക്, മുത്തല്ലഖാത്ത്, മതാവിൻ ബിൽ മഅറൂഫി, മര്യാദക്ക് ജീവിത ചെലവ് കൊടുക്കണം, ഹക്കൻ അലൽ മുത്തഖീൻ, ഇത് ദൈവഭക്തിയുള്ള നല്ല മനുഷ്യരുടെ ബാധ്യതയാണ്. ഇങ്ങനെ ഖുർആൻ പറഞ്ഞാൽ പിന്നെ ഈ ലീഗുകാർ പറയുന്നത് എന്താ സാർ ബുദ്ധി പേർക്ക്? അതിൽ ബഹളമായി ഒരു നീറ്റ്. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, അതൊന്നും വേണ്ട, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം തരാം, ഞങ്ങളിതൊന്ന് മനസ്സിലായിക്കോട്ടെയാണ്. തേൻ കുടിക്കാൻ ഒരു പാപ്പാത്തി തേടി വന്ന പന്തലിലെത്തി. മാരനെ കണ്ട പാപ്പാത്തി മാടി മാടി മെല്ലെ വിളിച്ച്. കണ്ണിനെ വിട്ടോടിയ മാരൻ ചീറ വീശി. അപ്പോള് കണ്ണുനീരും വീശിയിരുന്ന പുള്ളി പാപ്പാത്തി. ചമ്പരത്തി പൂവിൻ നടുവിലൊരു ഞാലി കെട്ടി. കേരള നിയമസഭയിൽ മുസ്ലിം സ്ത്രീയുടെ അവകാശ സംരക്ഷണത്തിനായി ശബ്ദമുയർത്തിയ അന്നത്തെ CPM-ന്റെ സ്വതന്ത്ര MLA TK ഹംസ ആ നിലപാടിലൂടെ കേരളത്തിന് പ്രിയപ്പെട്ടവനായി. ഈ ഒരു സംഭവം ഒരു വലിയ സംഭവമാണ്.
ഞാൻ ഈ പറഞ്ഞ ഗൈഡ് ഇത് കേട്ടപ്പോൾ അതനുസരിച്ച് പിറ്റേന്ന് ചിന്തയിൽ സഖാവ് EMS ലേഖനം എഴുതി. കേരളം മുഴുവൻ എന്നെ നടത്തി കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു. ചുരുക്കം പറയാൻ അപ്രതീക്ഷിതമായി, ഞാൻ വിചാരിക്കാതെ ഞാനൊരു നേതാവായി. ആത്മാഭിമാനത്തിനും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള മുസ്ലിം സ്ത്രീകളുടെയും എല്ലാ ഇന്ത്യൻ സ്ത്രീകളുടെയും സമരം ഇന്നും തുടരുന്നു.